അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ ഞാൻ നിന്നെ കാണേണം. അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം. അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം. അപ്പാ നിന്നൊപ്പം നടക്കേണം. അപ്പാ 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 TV പ്രേക്ഷക സംഗമം കോഴിക്കോട് ഡിസംബർ 5 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, മാനാഞ്ചിറ, കോഴിക്കോട്. മിറക്കിൾ സൺഡേ കൊല്ലത്ത് ഡിസംബർ 8 രാവിലെ 8 മണി മുതൽ. സ്ഥലം ഡിസ്ട്രിക്ട് ലൈബ്രറി ഹാൾ, സോപാനം ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമം തിരുവല്ലയിൽ ഡിസംബർ 11 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം MDM ജൂബിലി ഹാൾ, തിരുമൂലപുരം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ഡിസംബർ 12 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഡെലിവറൻസിനെ കർത്താവ് തരട്ടെ. നാളുകളായി നടക്കാത്ത ചില കാര്യങ്ങളുടെ മേൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. അതിന്മേൽ കർത്താവിൻ്റെ ഒരു വിടുതലുണ്ടാകട്ടെ. ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിലായിരിക്കുന്ന ചില അറിവിൻ്റെ മേഖലയെ നിങ്ങളോട് സംസാരിക്കാനിടയാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒരു പ്രശ്നവും നിങ്ങളെ ഇല്ലാതാക്കത്തില്ല. ഒരു പ്രശ്നത്തിന് മുമ്പിലും നിങ്ങൾക്കൊരു തടസ്സമുണ്ടാകത്തില്ല. ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ആമീൻ. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്താട്ടെ. ആമീൻ. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്താട്ടെ. നിങ്ങളുടെ മുൻപിൽ ഒരു പ്രാർത്ഥനാ വിഷയം, ഒരു പ്രസംഗം വരുമ്പോൾ, അല്ല ഒരു പ്രശ്നം വരുമ്പോൾ, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ പറയേണ്ടത്, അപ്പാ ഞാൻ ഇതുവരെ അങ്ങയ്ക്ക് വേണ്ടി നിന്നത്, ആമീൻ, കർത്താവേ അങ്ങ് എന്നോട് ഓർക്കണമേ എന്ന് പറയണം. ആമീൻ, ആമീൻ. ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ചെയ്തത് ദൈവത്തിന് പ്രസാദമാകുന്നു. ആമീൻ. ഇത് നിങ്ങളുടെ ദൈവത്തോടുള്ള ശബ്ദമാകട്ടെ. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരമാകട്ടെ. ഇത് ദൈവവചന വ്യവസ്ഥ പ്രകാരമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി വരുന്നത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ നാളുകളായി ഭാരപ്പെടുന്ന എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആമീൻ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ അത് ഏൽപ്പിച്ചാട്ടെ. കർത്താവേ, അപ്പാ ഇവർ ദൈവസഭയ്ക്ക് വേണ്ടി ചിലത് ചെയ്തവരാ. ആമീൻ. ദൈവമില്ല എന്ന് പറയുന്ന ദേശത്ത് കർത്താവ് ജീവിക്കുന്നു എന്ന് പറഞ്ഞവരാ. കർത്താവേ, ഇവരുടെ ലൈഫിൽ നാളുകളായി മറുപടിയില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾക്ക് മേൽ ദൈവത്തിൻ്റെ മറുപടി ഉണ്ടാകട്ടെ അപ്പ. ദൈവത്തിൻ്റെ പരിഹാരമുണ്ടാകട്ടെ അപ്പ. ദൈവത്തിൻ്റെ പരിഹാരമുണ്ടാകട്ടെ അപ്പ. ദൈവത്തിൻ്റെ പരിഹാരമുണ്ടാകട്ടെ അപ്പ. ആമീൻ. നാളുകളായിട്ട് കേസിൽ അകപ്പെട്ടിരിക്കുന്ന ചിലരെ കർത്താവ് വിടുവിക്കുകയാണ്. ആമീൻ. അതിന് തീർപ്പ് ഇതുവരെ ആകുന്നില്ല. ആമീൻ. ആ കേസിന് തീർപ്പാകുന്നില്ല എന്ന് കൈ ഉയർത്തി കാണിക്കാവോ? ആമീൻ, ആമീൻ. നിങ്ങളെ കർത്താവ് സന്ദർശിക്കുകയാണ്. ആമീൻ. നാളുകളായി കേസ് തീരുന്നില്ല എന്ന് പറയുന്ന ചിലരെ ഇന്ന് കർത്താവ് സന്ദർശിക്കുകയാണ്. ആമീൻ. ആ കാര്യത്തിന്മേൽ കർത്താവിന്റെ കരം ചലിക്കട്ടെയപ്പാ. ആ കാര്യത്തിന്മേൽ ദൈവത്തിന്റെ കൃപ ചലിക്കട്ടെയപ്പാ. ആ കാര്യത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കട്ടെയപ്പാ. കർത്താവേ, ആമീൻ. അത് ഇന്ന് തീരണമപ്പാ. ഈ ദിവസങ്ങളിൽ അതിനൊരു ക്രമീകരണം ഉണ്ടാകണം. അതേപോലെ ഒരു കാര്യം കാണിക്കുകയാണ്.
ആമീൻ ഏകദേശം 5 വർഷം അതിന് മുകളിലായി. വീട് പണിതിട്ട് അത് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കൈകളെ ഒന്ന് ഉയർത്തി കാണിക്കാവോ? വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. വീട് പണി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. കർത്താവിന്റെ അത്ഭുതകരം ചലിക്കുകയാണ്. ആമീൻ ആ വ്യക്തികളുടെ മേൽ കർത്താവിന്റെ സന്ദർശനം ഉണ്ടാകുകയാണ്. അപ്പാ യേശുവേ, ഇന്ന് പകൽക്കാലം അപ്പാ ഇവരുടെ വിഷയത്തിന്മേൽ അവിടുത്തെ അത്ഭുതം ചലിച്ചാട്ടേ. ദാനിയേൽ പ്രവചനം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ്. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീറിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടും യാചനയോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിക്കുവാനിടയായി. ഇവിടെ ദാനിയേൽ പ്രാർത്ഥിച്ചതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാനിയേൽ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുവാനിടയായി. ആ സമയം തന്നെ ദൈവത്തിന്റെ മറുപടി ദാനിയേൽ ഉണ്ടായെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആകാശമണ്ഡലങ്ങളിൽ ചില യുദ്ധങ്ങൾ നടന്നുവെങ്കിലും പക്ഷേ ദൈവത്തിന്റെ മറുപടി ദാനിയേലിന് ആ സമയം തന്നെ കർത്താവ് അയക്കുവാനിടയായി തീർന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവത്തിന്റെ മറുപടിയുണ്ട്. ഒരു കാര്യത്തിന് പോലും ദൈവത്തിന്റെ മറുപടിയെ നിങ്ങൾക്ക് ലഭിക്കാതിരിക്കത്തില്ല. താങ്ക് യു ജീസസ്. അതേപോലെ തന്നെ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 1 രാജാക്കന്മാർ 18-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. അപ്പോൾ ഏലിയാവ് അടുത്ത് ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വെക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ അനുഗമിപ്പിൻ, ബാലെങ്കിൽ അവനെ അനുഗമിപ്പിൻ എന്ന് പറഞ്ഞു. എന്നാൽ ജനം അവനോട് ഉത്തരം പറഞ്ഞില്ല. പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത്, യഹോവയുടെ പ്രവാചകനായി ഞാൻ ഒരുത്തം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ബാലിൻ്റെ പ്രവാചകന്മാരോ 450 പേരുണ്ട്. ഞങ്ങൾക്ക് 2 കാളയെ തരട്ടെ. ഒരു കാളയെ അവർ തെരഞ്ഞെടുത്ത് കണ്ടമാക്കി തീയിടാതെ വിറകിന്മേൽ വെക്കട്ടെ. മറ്റേ കാളയെ ഞാനും ഒരുക്കി തീയിടാതെ വിറകിന്മേൽ വെക്കാം. നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരം അരുളുന്ന ദൈവം തന്നെ ദൈവം എന്ന് ഇരിക്കട്ടെ. അതിന് ജനമെല്ലാം പറഞ്ഞു. ഏലിയാവ് വളരെ ധൈര്യത്തോടെ പറയുകയാണ്, ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവാചകനാകുന്നു എന്ന്. അവൻ ദൈവത്തോട് പറഞ്ഞത് തീയിറക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അവിടെ തീയിറങ്ങിയത്. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിൻ്റെ പൈതലാണ്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ദൈവത്തിൻ്റെ വേലക്കാരിയാണ്. ഞാൻ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി ചിലതെന്ന് ചെയ്യുന്ന വ്യക്തിയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ പറയുന്നത് എന്താണോ കർത്താവ് അത് ചെയ്യുവാനിടയാകും. നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നത് എന്താണോ അതിന്മേൽ മറുപടിയെ ദൈവം അയക്കുവാനിടയാകും. കാരണം എന്ന് പറയുന്നത് നീ ദൈവത്തിൻ്റെതാകുന്നു. ഹല്ലേലൂയ. എനിക്ക് ദൈവരാജ്യത്തിൽ ചില അവകാശങ്ങളുണ്ട്. നിങ്ങളുടെ ഒരു വിഷയം പോലും അതിന് മറുപടിയില്ലാതെ ഇരിക്കത്തില്ല. നിങ്ങളുടെ ഒരു കാര്യത്തിന് പോലും പരിഹാരം ഉണ്ടാകാതിരിക്കത്തില്ല. കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ? ഞാൻ പ്രാർത്ഥിച്ചാൽ മറുപടി തരുന്നൊരു ദൈവം എനിക്കുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്മേൽ പരിഹാരമുണ്ടാകും എന്നുള്ളതാണ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണെങ്കിലും അതിന് മറുപടി ഉണ്ടാകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് കാര്യമാണെങ്കിലും അതിന് മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് പോലും മറുപടി ഇല്ലാതിരിക്കത്തില്ല. ഇപ്പോഴും ചിലത് കർത്താവിനോട് പറയുന്നുണ്ട്, അതിൻ്റെ മറുപടി നാളെ കാണുവാനിടയാകും. ദൈവം അത് ചെയ്യുവാനിടയാകും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചെറുതും വലുതുമായ ഒരു കാര്യത്തിന് പോലും ഹല്ലേലൂയ മറുപടി ഉണ്ടാകാതിരിക്കത്തില്ല. സാമ്പത്തിക കാര്യമാകട്ടെ, ശാരീരിക ബലമാകട്ടെ, ആരോഗ്യമാകട്ടെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രഷറാകട്ടെ, എന്ത് സാഹചര്യമാണെങ്കിലും
അതിന്മേൽ നിശ്ചയമായി മറുപടി ഉണ്ടാകും. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചാട്ടെ. ഏത് വിഷയത്തിനാ മറുപടി ഇല്ലാതിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, അപ്പാ ഞാൻ അങ്ങയുടേതാണെന്ന് പറഞ്ഞാട്ടെ. ഞാൻ ദൈവരാജ്യത്തിനു വേണ്ടി ചിലത് ചെയ്യുന്ന വ്യക്തിയാണ്. ആമേൻ. എനിക്കെൻ്റെ ദൈവത്തോട് സ്നേഹമുണ്ട്. അവൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത് ആമേൻ നമ്മുടെ ഒന്നും കണ്ടിട്ടല്ല, അവൻ്റെ കൃപയാൽ മാത്രമാണ്. പക്ഷെ ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യത്തിനും പ്രതിഫലമുണ്ടെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയവും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് നമുക്ക് മറുപടി ഉണ്ടാകുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ആമേൻ അവൻ്റെ സന്നിധിയിൽ നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. അപ്പോൾ ആയിരിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. കർത്താവേ, ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബങ്ങൾ അനുഗ്രഹത്തോടായിരിക്കണം, സ്വസ്ഥതയോടായിരിക്കണം, സമാധാനത്തോടായിരിക്കണം. ആമേൻ. ഇവർ നാളുകളായി പ്രയാസപ്പെടുന്ന ഓരോ വിഷയത്തിന്മേലും ദൈവത്തിന്റെ മറുപടി ഇന്ന് പകൽക്കാലം ചലിക്കണേയപ്പാ, ഇന്ന് പകൽക്കാലം ചലിക്കണേയപ്പാ. ആമേൻ. അങ്ങനെ ഉണ്ടെന്ന് പറയുന്നവർ ഒന്ന് കൈ ഉയർത്തി കാണിച്ചാട്ടെ. നിങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. നാളുകളായി ഞാൻ ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതിനെനിക്കൊരു മറുപടി ഉണ്ടാക്കണം. അപ്പാ, ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കണേയപ്പാ, അത്ഭുതകരം ചലിക്കണേയപ്പാ, ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കണേയപ്പാ. കർത്താവേ, അതിനുള്ള മറുപടി അവിടുന്ന് കൊടുക്കണമേ അപ്പാ, മറുപടി അവിടുന്ന് കൊടുക്കണമേ അപ്പാ, മറുപടി അവിടുന്ന് അയക്കണമേ അപ്പാ. ഹല്ലേലൂയ. പ്രവാചകന്മാർ ബാലിന്റെ ഉണ്ടായിരുന്നു. പക്ഷേ ഏലിയാവ് പറയാ, 2 തോണിയിൽ കാല് വെക്കുന്ന ഒരു ജനത്തിന് ഇടയിൽ വന്നിട്ട് പറയാ, എന്റെ ദൈവം ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആമേൻ. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ദൈവം ആരാണെന്ന് കാണിക്കാൻ അവൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. കർത്താവിൽ ബലപ്പെട്ടാട്ടെ, കർത്താവിൽ ശക്തിപ്പെട്ടാട്ടെ. ആമേൻ. കർത്താവിൽ ബലപ്പെട്ടാട്ടെ, കർത്താവിൽ ശക്തിപ്പെട്ടാട്ടെ. അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പാ, ഇവരുടെ പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിന്റെ കൃപ ചലിക്കുന്നോർത്ത് കർത്താവേ, രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ അപ്പാ, രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ അപ്പാ, രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. അപ്പാ, അവിടുന്ന് ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന ദൈവിക ശക്തിക്കായി നന്ദി പറയുകയാണ്. ഓരോ പ്രാവശ്യവും ദൈവവചനം എന്നോട് ഇടപെടുമ്പോൾ അതിനോടൊപ്പം ചലിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ആത്മശക്തിക്ക് എന്നിൽ ചിലത് ഉളവാക്കാനായി കഴിയും. ഞാൻ എവിടെയാണോ തടസ്സപ്പെട്ടായിരിക്കുന്നത് അതിന്മേൽ ദൈവത്തിൻ്റെ ഒരു വിടുതലിനെ നൽകും. നിങ്ങളുടെ ലൈഫിൽ നാളുകളായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുടെ മേൽ കർത്താവ് പൂർണ്ണമായൊരു വിടുതലിനെ തരട്ടെ. ഹല്ലേലൂയ. അത് നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നിടത്ത് കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ആന്റിയുടെ പേര് എൽസി എന്നാണ്. USA താമസിക്കുന്നത്. എറണാകുളമാണ് നാട്. ആന്റി വന്നിട്ട് 2-3 ആഴ്ചയായി നാട്ടിലേക്ക്. ആന്റിക്ക് 3 സാക്ഷ്യങ്ങളാണ് നമ്മളോട് പറയാനുള്ളത്. കഴിഞ്ഞ ഡിസംബർ മാസത്തില് ആന്റിയുടെ കൈയിലേക്ക് തിളച്ച എണ്ണ വീണിട്ടുണ്ടായിരുന്നു. ഈ 5 വിരലും പൊള്ളിപ്പോയി. ആ സമയം നമ്മുടെ കോൾ സെന്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. ആന്റി പറയുന്ന ആ ദിവസങ്ങളിൽ തന്നെ പൂർണ്ണമായ സൗഖ്യമുണ്ടായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. USA ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ബോധ്യമുള്ള വലിയ അല്ലേ?
ഒരു ആമേൻ പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. അടുത്തത് ആൻറ്റിയുടെ കുഞ്ഞു മകൾക്ക് പെട്ടെന്നൊരു വൈകായിക ഉണ്ടായിരുന്നു. ആൻറ്റി പറയുന്ന ഒത്തിരി വിഷമത്തിലായിരുന്നു. ആ സമയം കോൾ സെന്ററിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ക്ഷീണവും കാര്യങ്ങളും എല്ലാം മാറിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ആൻറ്റിക്കും മകളിനും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BP-യും ഷുഗറും ഉണ്ടായിരുന്നു. കോൾ സെന്ററിൽ വിളിച്ച് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് 2 പേർക്കും നോർമലായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങളൊരു നിമിഷക്കാരങ്ങൾ ഉയർത്തി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചേ. ഇന്ന് വരെ US എവിടെയാണ്? നിങ്ങൾ ന്യൂയോർക്കിലാണ്. ഓക്കെ, ന്യൂയോർക്കിലായിരുന്ന ആളുകൾ ഇന്ന് തിരിച്ചു പോന്നേ? 22-ാം തീയതി പോകും. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ആ ചർച്ചിൽ നിന്ന് 6 ആഴ്ച മാറി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് 20 വർഷത്തോളമായി കർത്താവിൻ്റെ വേല ഞാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാൻ ചർച്ചിൽ നിന്ന് 6 ആഴ്ച മാറി നിൽക്കുന്നത്. എല്ലാ പ്രയറുകളും എല്ലാം ഞങ്ങൾ അവിടെ ഇരുന്ന് കാണും. എല്ലാ പ്രയർ യൂട്യൂബ് വഴി എല്ലാം ഇരുന്ന് കാണുന്നുണ്ട് എല്ലാവരും. ഞാൻ ആൻറ്റിക്ക് വേണ്ടി 1-2 കാര്യങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഒന്ന്, ഞാൻ ആൻറ്റിയുടെ കാലുകൾക്കായി പ്രാർത്ഥിക്കുക. ആൻറ്റിയുടെ കാലുകളിലൊക്കെ ഒരു നംനെസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആൻറ്റിയുടെ തൊടയിൽ നിന്ന് താഴോട്ട് പോകുന്ന ഞരമ്പുകൾ കുറച്ച് വീക്കാണ്. യേശു ഇപ്പോൾ ആൻറ്റിയെ സൗഖ്യമാകും. ഒരു നല്ല ആമേൻ പറഞ്ഞു. അത് മാത്രമല്ല, 2 ഷോൾഡറിൻ്റെയും അവിടുന്ന് കൈക്കൊക്കെ മരവിപ്പും ഉണ്ട്. ഇത് ആൻറ്റിയുടെ കഴുത്തിൻ്റെ S1 S2 എന്ന് പറയുന്ന എല്ലുകളിൽ ഒരു ചെറിയ കംപ്രഷൻ ഉണ്ട്. അതിൽ ഒരെണ്ണം കുറച്ച് അമങ്ങിയിരിക്കുക. ഡോക്ടറെ കാണിച്ചു തരുന്നു. ഡോക്ടർ പറഞ്ഞ ബാക്കിലെ നെക്കിൻ്റെ അവിടെ ഒരു എല്ല് ജാമായിരിക്കും. ഓക്കെ, സോളിസിസ്റ്റർ പ്രാർത്ഥിച്ചായിരുന്നു. അതോടുകൂടി എൻ്റെ വേദനകളെല്ലാം മാറി. എല്ലും ഞരമ്പും കൂടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അവിടെ എൻ്റെ ഈ ഒരു കൈ ഞാൻ സിസ്റ്റർ കണ്ടിട്ടില്ലല്ലോ. ബ്രദർ എന്നെ മാമൻ മാപ്പിള ഹാളി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്ര നാളുകൾക്ക് മുമ്പോ? ഒരു 5 വർഷം ആയി. മോൻ്റെ കല്യാണം എല്ലാം സ്പോൺസർ ചെയ്ത് നടന്നതാണ്. ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു. 5 വർഷം മുമ്പ് നടന്ന കാര്യം. അത് കഴിഞ്ഞ് കൊറോണയൊക്കെ കാരണം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോൾ ആൻറ്റിയുടെ ആ കഴുത്തിൻ്റെ ആ കംപ്രഷൻ കർത്താവ് സൗഖ്യമാക്കിയിട്ട് പൂർണ്ണമായ ഒരു ആരോഗ്യം തരുന്നത് എനിക്ക് കാണാം. ഒന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അത് മാത്രമല്ല, എൻ്റെ ഈ കൈയുടെ ഇവിടുന്ന് നേരെ ഇത് ചെവി വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഹിയറിംഗ് ലോസ് ഉണ്ടാകുക. എന്നാൽ അത് വലിയ രീതിയിൽ നിങ്ങളെ ബാധിച്ചിട്ടില്ല, എന്നാൽ ചെറിയ രീതിയിൽ അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷം മുമ്പ് വരെ ഞാൻ ജോലിയായിരുന്നു എല്ലാം. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നില്ല. ഇന്ന് ആൻറ്റി സൗഖ്യമാവുക. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു നിങ്ങളിൽ ചിലരെ കൂടെ കർത്താവ് ഈ പകൽ സൗഖ്യമാക്കുന്നു. യൂട്യൂബിൽ കാണുന്നവർ വിശ്വസിക്കുന്നു യേശു കർത്താവ് നിങ്ങളെ ഇന്ന് പകൽ സൗഖ്യമാക്കുന്നു. കമോൺ, ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ഈ എൻ്റെ ഇടതുവശത്ത് നിൽക്കുമ്പോൾ ആൻറ്റിയുടെ വലത്തെ കൈ മുഴുവനുമേ ഒരു കൂട്ടം കാര്യങ്ങൾ ആൻറ്റിയുടെ വലത്തെ കൈക്കകത്തുണ്ട്. ഈ കൈയുടെ മസിൽ എനിക്ക് പ്രശ്നമായിട്ട് കാണാം, കൈയുടെ ഈ ഭാഗം പ്രശ്നമായിട്ട് കാണാം, എല്ലുകൾക്കകത്ത് പ്രശ്നം കാണാം. ഒന്ന്, ആൻറ്റിയുടെ നെർവ് സിസ്റ്റത്തെ ഇന്ന് കർത്താവ് പൂർണ്ണമായി ഒടിവിക്കുക. ഇനി ആൻറ്റിക്ക് കഴുത്തിൻ്റെ കംപ്രഷൻ വരത്തില്ല, കാലിലെ നെർവുകൾ സൗഖ്യമാവും. ആൻറ്റിയുടെ മേലൊരു ന്യൂറോപ്പതിയുടെ ആരംഭമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ പകൽ ആ ന്യൂറോപ്പതി ആൻറ്റിയെ പരിപൂർണമായിട്ട് വിട്ടുപോകും. അത് കാലുകളിൽ മാത്രമല്ല, ആൻറ്റിയുടെ വയറിൽ ബാധിച്ചിട്ടുണ്ട്, യൂറിനറി ട്രാക്കിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു കൂട്ടം സ്ഥലത്ത് ആൻറ്റി അത് മേഖല ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ യേശു ആ കാര്യങ്ങളെ കർത്താവ് സൗഖ്യമാക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ചുണയായിട്ട് കൈയടിച്ച്. എന്നാൽ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് തോന്നുന്നു ആൻറ്റിയുടെ ഫാമിലിക്കും കൂടെ വേണ്ടി പ്രാർത്ഥിക്കണം. ആൻറ്റി ഇപ്പോൾ രോഗസൗഖ്യത്തിനേക്കാൾ ആൻറ്റി മനസ്സിനകത്ത് വിഷമം വ്യാപരിക്കുന്ന ഫാമിലിക്കകത്തുണ്ടായിരിക്കുന്ന 1-2 പ്രധാന കാര്യങ്ങൾ ആൻറ്റി ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കർത്താവ് ആൻറ്റിയുടെ ഫാമിലിയെ കൂടെ ദൈവം അനുഭവിക്കാൻ പോവുക. God is going to do something for you. അങ്ങനെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? ചെവി ഒരു സ്വല്പം ഇടത്തെ വശത്തെ ചെവി തരിയുണ്ട്. ഞാനിത് പ്രാർത്ഥിച്ചാൽ ചെവി ശരിയാവോ? പിന്നെ ശരിയാവും. മൈഗ്രെയിൻ ഒക്കെ മാറിയതാ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ.
ഒച്ചയടച്ചിരിക്കുക യാത്ര കാരണം. ഞാൻ അങ്കിളുടെ ഇടത്തെ ചെവിയെ കർത്താവ് ഇപ്പൊ തുറക്കുന്നതാകണ്ടേ. ഈ വശമാ പ്രശ്നമുള്ളത്. ഇപ്പൊ സൗഖ്യവും, ഇപ്പൊ വിടിവിക്കും ദൈവം. കുറച്ചും കൂടെ ചുണയായിട്ട് കൈയടിക്കാം, ഒരു നല്ല ആമേൻ പറയാം. പ്രിയ കർത്താവേ, ഞാൻ ഈ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നപ്പാ. ഇവര് കോട്ടയത്ത് നിന്ന് വരുന്നല്ലേ, എറണാകുളത്ത് നിന്ന് വന്നിരിക്കുക ഈ മീറ്റിങ്ങിനായിട്ട്. ഇവരുടെ തീഷ്ണതയും താല്പര്യവും നീ ഓർക്കണമേ കർത്താവേ. ഇവരെ ഇന്ന് ഒരു വലിയ സൗഖ്യത്തോടെ നീ പറഞ്ഞയക്കണമപ്പാ. അങ്ങയുടെ അത്ഭുതകരം ഇതിന്റെ മേൽ പരിവർത്തിക്കണം. സൂപ്പർ നാച്ചുറലായി അവിടുത്തെ അത്ഭുതകരം പരിവർത്തിക്കണം. അങ്ങയുടെ ശക്തി ചലിക്കണമപ്പാ. ക്ലാസോനോ റാനിയ ഥലബ. ഞങ്ങളുടെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ ഞങ്ങളുടെ ഇടത്ത് വശ നെഞ്ചിൻ്റെ വശവും ആ ഭാഗത്തൊരു വിങ്ങലൊക്കെ എനിക്ക് കാണാം. അതിപ്പോ സൗഖ്യമാവും. ഞാൻ രണ്ട് കാര്യങ്ങൾ മാറുന്ന എനിക്ക് കാണാവേ. അങ്കിളുടെ ഇടത്തെ വശത്തെ ലങ്സ് കാണാം എനിക്ക്. അങ്കിളിനൊന്ന് സ്പീഡിൽ നടക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല, ചിലപ്പോൾ ബ്രീതിങ് ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്നത് എനിക്ക് കാണാം. ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ഇതങ്ങ് സൗഖ്യമാവുന്നു? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഇതിൻ്റെ കുടലുകൾ എനിക്ക് കാണാവേ. ഈ കുടലുകൾക്കകത്ത് ഈ മണലിൻ്റെ തരികൾ പോലെ കുഞ്ഞു 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 കുഞ്ഞ് സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിനകത്തുള്ള തൊലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്തൊരു അകത്തൊരു സ്കിന്നുണ്ട്. ആ സ്കിന്നിങ്ങനെ പീൽ ഓഫ് ആയി പോകുന്നത് എനിക്ക് കാണാം. യേശു കർത്താവ് ഇന്ന് നിങ്ങളുടെ കുടലുകളെ സൗഖ്യമാക്കും. ആരോഗ്യമുള്ളൊരു കുടലുകളെ തരും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ പുറകിൽ ഒരാൾ നിന്നേ. അങ്ങയുടെ ശക്തി ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. അപ്പം അങ്ങയുടെ ശക്തി ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ ഇവിടെ പ്രയാസമില്ല, ബാക്ക് പെയിൻ ഉണ്ട്. എത്ര നാളായി ഇങ്ങനെയായിട്ട്? ഒത്തിരി നാളായിട്ടായി, 10 വർഷമായി. ഓ, ഇപ്പോഴും സൗഖ്യമാണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ മസിലിന്റെ മുകളിൽ ഒരു വലിയ ഫ്രീഡം ഉണ്ടാവുക. യേശുവിന്റെ കര ഇദ്ദേഹത്തെ സൗഖ്യമാക്കുന്ന എനിക്ക് കാണാം. നിങ്ങൾ ഒരു നിമിഷം കൂടെ കാര്യങ്ങൾ ഉയർത്തിക്കേ. എനിക്കൊരു ഇതിന്റെ കൊള്ളോൺ കാണാം. അതിനകത്തൊരു വലിയ ഡെലിവറൻസ് ഉണ്ടാകട്ടെ. യൂറിനറി ഫങ്ഷൻസ് നോർമൽ ആകട്ടെ. യേശുവിന്റെ അത്ഭുത കരം ഈ കുടുംബത്തെ തൊട്ടട്ടെ. Now the power of the Spirit, Lord. അപ്പം ഈ അമ്മയുടെ ഉള്ളില് കർത്താവ് നീ കൊടുത്ത സ്നേഹത്തിനും ഈ സഭയോട് ഈ കൂട്ടായ്മയോട് കൊടുത്ത ഇഷ്ടത്തിനെല്ലാം ഈ സ്തോത്രം. അപ്പ അങ്ങയുടെ അത്ഭുത കരങ്ങൾ തൊട്ടാട്ടെ അപ്പ. In Jesus' name. അമ്മേ, സന്തോഷമായിട്ട് പോ. മിറക്കിൾ സൺഡേ അഞ്ചലിൽ ഡിസംബർ 15 രാവിലെ 8:30 മുതൽ സ്ഥലം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ അഞ്ചൽ. TV പ്രേക്ഷക സംഗമം പൂവാറിൽ ഡിസംബർ 17 ചൊവ്വാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, ലയോള കോളേജ് ജംഗ്ഷൻ, വിഴിഞ്ഞം റോഡ്, പൂവാർ. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഡിസംബർ 18 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിനു സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ സ്ഥലം AJ ഹാൾ, കല്ലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22 വൈകുന്നേരം 4:30 മുതൽ സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും അതെൻ്റെ ജീവിതത്തിൽ ചിലതിനെ ഉളവാക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ചിലതിനെ ഉളവാക്കുന്നതാണ്. കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. ചില വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതിനെ ഉളവാക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ചിലതിനെ കർത്താവ് ഉളവാക്കിയെന്ന് വിശ്വാസത്തോടെ എന്നോടൊപ്പം ആയിരുന്നാട്ടെ. ഏതാണോ തടസ്സപ്പെട്ടായിരിക്കുന്നത്, ഏത് മേഖലയിലാണോ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നത്, അവിടെ നിശ്ചയമായും ഇന്ന് കർത്താവിൻ്റെ കരം ചലിക്കും. അപ്പം എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവേ. നാളുകളായി എന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ ഇന്നൊരു വിടുതലുണ്ടാകട്ടെ അപ്പ. ഇന്നൊരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ. അവിടുന്ന് സംസാരിക്കുന്ന ദൈവിക അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവിക വചനത്തിനായി നന്ദി പറയുന്നു. അവിടുത്തെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തൻ്റെ സർട്ടിഫിക്കറ്റ്
പഠനവുമായി ബന്ധപ്പെട്ട ചില സർട്ടിഫിക്കറ്റ് ഇപ്പോഴും തനിക്ക് തൻ്റെ കൈകളിലില്ല, അത് ചില സ്ഥലങ്ങളിൽ ബ്ലോക്ക് ആയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കരം ചലിക്കുകയാണ്. അത് തനിക്ക് വേണ്ടി കർത്താവ് ആ മേഖലയിൽ ചിലത് ചെയ്യുകയാണ്, ചില അത്ഭുതം ചെയ്യുകയാണ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ ചില സ്വർണ്ണ ആഭരണവും മറ്റും പണയത്തിലായി നാളുകളായി അത് എടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിന്മേൽ തനിക്കൊരു ജയമുണ്ടായിട്ടില്ല. എന്നാൽ അതിപ്പോൾ ഇനി തൻ്റെ കൈകളിൽ വരികയാണ്. അതിന്മേലൊരു ഡെലിവറൻസ് ഉണ്ടാകുകയാണ്. ആ ലോണ് ക്ലോസ് ആകുകയാണ്. കർത്താവെ അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവെ. അവിടുന്ന് ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു. അതേപോലെ എനിക്കൊരു ഓട്ടോറിക്ഷ കാണാം. അതും ലോണിലാണ് ആയിരിക്കുന്നത്. പക്ഷേ ആ ലോൺ ക്ലോസ് ചെയ്യാൻ കഴിയുന്നില്ല. തൻ്റെ കൈകളിൽ വരുന്നത് തനിക്ക് ശരിയായ വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ആ വാഹനം തൻ്റെ പേരിലാക്കാൻ, തൻ്റെ പേരിൽ ലോൺ ക്ലോസ് ചെയ്ത് തനിക്കാകാൻ കഴിയുന്നില്ല. കർത്താവെ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ. ചില വ്യക്തികളെയും കൂടെ അവിടുന്ന് തൊടുന്നതോർത്ത് നന്ദി പറയുന്നു അപ്പാ. യേശുവെ ചിലരെയും കൂടെ അവിടുന്ന് തൊടുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവെ. ചില മേഖലയിൽ കൂടെ ഒരു ഡെലിവറൻസിനെ കൊടുക്കുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. അവിടുത്തെ കൃപയ്ക്കായി നന്ദി അപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി അപ്പാ. യേശുവെ അവിടുന്ന് ചലിക്കുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവെ. അപ്പാ പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൗഖ്യത്തെ അവിടുന്ന് ചെയ്താട്ടെ. അവിടുത്തെ അത്ഭുതങ്ങളെ അവിടുന്ന് ചെയ്താട്ടെ അപ്പാ. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളിലും അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുത പ്രവൃത്തികൾക്കായി നമുക്ക് നന്ദി പറയാം. ചില വലിയ കാര്യങ്ങളെ പ്രതീക്ഷിച്ചാട്ടെ. ഗോഡ് ബ്ലെസ് യു.